അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞങ്ങണ്ട് ഫിഖ് ക്ലാസ് ആയിട്ടിക്കട ഞങ്ങൾ ഖുർആൻ ഇൻഷാ അല്ലാഹ് അത് തുടർന്ന് കൊണ്ടുപോകും. ഇന്നിപ്പോൾ ഫിഖ് ക്ലാസ് ആയിട്ടിക്കട ഉദ്ദേശിക്കുന്നത് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഹദീസ് ഉളൂനെ സംബന്ധിച്ച് ചൊന്നൊരു ഹദീസ്, ആ ഹദീസ് ഒന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ അതിൽ ശ്രദ്ധിക്കാനായ ഒരു കാര്യം, മൻ തവല്ല, ഒരുത്തൻ ഉളു എടുത്ത ഫ അഹ്സനൽ ഉളൂഹ, ഇതായിട്ടിക്കട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ്. അവൻ ഉളു എടുത്താൻ ചൊന്നിട്ട് പിന്നെ നബി തങ്ങൾ ചൊല്ലേ അവൻ ഉളൂടെ ഇഹ്സാൻ ചെയ്ത എന്നുള്ളത്. അപ്പോൾ ഉളു എടുത്ത മെയ്യാവില്ല, ആ ഉളൂടെ അവന് ഇഹ്സാൻ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എന്തിനാ നമുക്ക് ചൊല്ലാം, ഖറജത്ത് ഖതായാഹും മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന് ദോഷങ്ങളൊക്കെ അത് പുറപ്പെട്ടു പോണ്ട്. അത്താ തഹ്റുജ മിൻ തഹ്തി അൽഫാർ, എവിടത്തോളെന്നെങ്കിൽ ഉഗുരുടെ ഇടയിൽ നിന്ന് പോലും. അപ്പോൾ മുഖ കൽകുമ്പോത്ത്, കൈ കൽകുമ്പോത്ത്, കാൽ കൽകുമ്പോത്ത് എല്ലാ ദോഷങ്ങളും ഉളൂടെ തന്നിയോട് കൂടെ അത് ഇഴിഞ്ഞു പോണ്ട് അള്ളാഹു പുറത്തു കൊടുക്കണം. എല്ലാ ഉഗുരുടെ ഇടയിൽ നിന്ന് വരെ, അപ്പോൾ എല്ലാ ദോഷങ്ങളും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനക്ക് പുറത്തു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഉളൂടെ ഇഹ്സാൻ ചെയ്തു എന്ന ആ രണ്ടാമത്തെ ഗറലെഴുതിയ ഒരു പലക്കാതായിട്ടിക്കണ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായിട്ടിക്കണേ, ഇപ്പോൾ ഉളു എടുത്താണ്ട് നബി തങ്ങ ചൊന്നിട്ടില്ല, ഉളു എടുത്തെങ്കിലും ചൊന്നിട്ടില്ല, അതിൽ പിറവത്തിൽ ചൊന്ന ഒരു പലക്ക ഫ അഹ്സനൽ ഉളു, അവൻ ഉളൂടെ ഇഹ്സാൻ ചെയ്ത. എന്തിനായിട്ടിക്കടെ ഇഹ്സാൻ ചെയ്തേന്ന് ചെന്നെങ്കിൽ, ഇഹ്സാൻ ചെയ്തേന്ന് ചെന്നെങ്കിൽ ഉളൂടെ ഞങ്ങൾ പദാർത്ഥം ചൊല്ലുമ്പോൾ ചന്താക്കി എടുത്ത എന്നുള്ളതാണ്. അപ്പോൾ ചന്താക്കി എടുക്കുകയും ചെന്നെങ്കിൽ എങ്ങനെ, അത് സുന്നത്തുകളെ പാലിച്ചു കൊണ്ട് ഉളു എടുത്തെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കില്ല. ഉളു ഞങ്ങൾ എന്തും എടുക്കണം, പക്ഷെ അതിൽ ഞങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഇതേ ഉളുവിൽ വലിയൊരു ദിന്നെന്തും ഇല്ല ഇല്ലാണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കൂലി ഞങ്ങൾക്ക് സമ്പാദിക്കുക അവിടെ എനിക്കെത്തിയത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറിയൊരു പിന്നെ എന്താ പറയുക ഞങ്ങൾ അർജൻറ്റ് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്തായിട്ടിക്കടെ ഈ ഉളുവിടെ സുന്നത്തുകൾ അത് ഇഹ്സാൻ ചെയ്യുക ചെന്ന് സുന്നത്തുകളെ പാലിച്ചുകൊണ്ട് വന്നെങ്കിൽ ഞങ്ങൾ ഈ ഫസ്റ്റ് ഞങ്ങൾ എന്താ പറയുക ഔദും ബിസ്മി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മുൻകൈ കൽക്കുമ്പോൾ ചൊല്ലുക. അപ്പോൾ ആ ചൊല്ലനാറത്ത് ഫസ്റ്റ് ഞങ്ങളെ കൽബിൽ എന്ത് വേണം, ഇത് ഞാൻ ഉളുവിടെ സുന്നത്ത് നിർവഹിക്കലേ. അപ്പോൾ ഞാൻ മുൻകൈ കൽക്കിടത്, ഞാൻ ബിസ്മി ചൊല്ലത്, അതുപോലെ പിന്നെ ഉള്ള ഷഹാദത്ത് കലിമ ചൊല്ലത് ഒക്കെ ഉളുവിടെ സുന്നത്ത് എന്നൊരു കരുത്ത് അവൻ്റെ മനസ്സിൽ വേണം. അപ്പോൾ അവൻ്റെ കൽബിൽ അത് വേണം. ഞങ്ങൾ എവിടെമോ ആലോചനയാക്കി എന്തിനമോ ചിന്തിച്ചുകൊണ്ട് ആരൊട്ടുകവും പലക്കറിഞ്ഞുകൊണ്ട് എന്താക്കട കൈ കളിക്കൊണ്ടിരിക്കുക. പക്ഷേ കൈ കൽക്കുമ്പോഴത്തു അതൊരു ഇബാദത്തായിട്ടിക്കട്. ഞങ്ങൾ ചോറുണ്ണുക കൈ കൽക്കൽ സുന്നത്തായിട്ടിക്കട്, അല്ലെ മണ്ണായെങ്കിൽ ഞങ്ങൾ കൈ കൽക്കിട എന്തേ കയ്യിലെന്ത് ദൂലായെങ്കിൽ. അപ്പോൾ എന്നതുപോലെ അല്ല ഞങ്ങൾ ഉളു എടുക്കുമ്പോൾ കൽക്കേണ്ടത്. ഉളു എടുക്കുമ്പോൾ കൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ ഏത് വേണം, ഞങ്ങളെ കൽബുടെ ഹാജറവിടെ വേണം. കൽബ് ഞങ്ങളെ ഹാജർ വേണം. കൽബ് എങ്ങനെ ഹാജറവിടെ, ഞാൻ ഉളുവിടെ സുന്നത്ത് നിർവഹിച്ചോണ്ടില്ലേ എന്നൊരു ചിന്ത ആ കൽബിൽ ഞങ്ങളത് ഉണ്ടാവണം. അപ്പം ഞങ്ങൾ ഔദ് ചൊല്ലത്, ബിസ്മി ചൊല്ലത്, ഷഹാദത്ത് കലിമ ചൊല്ലത്, ഇതൊക്കെ ഞാൻ ഉളുവിടെ സുന്നത്ത് നിർവഹിക്കലേ എന്ന് മനസ്സിൽ വേണം. എന്നെങ്കിലേ അതെന്താ അവിടെ ഉളുവിടെ സുന്നത്തായിട്ട് കണക്കൂട്ടരുത്. ഇല്ലെങ്കിൽ സാധാരണ മണ്ണായെങ്കിൽ കയ്യിൽ മണ്ണായെങ്കിൽ അത് ധൂലായെങ്കിൽ കൈ കൽക്കില്ലേ, ആ കൈ കൽക്കരുതും ഈ ഉളു എടുക്കും കൈ കൽക്കരുതും ഒരേപോലെ ആയിട്ട്. അപ്പോൾ അത് ഉളുവിടെ ദാവനോണ്ട് കണ്ടെങ്കിൽ അതിന് പ്രത്യേക കൂലി കിട്ടണമെങ്കിൽ ഞാൻ ഉളുവിടെ സുന്നത്ത് നിർവഹിക്കലേ എന്ന മനസ്സ് വേണം. മനസ്സിൽ അങ്ങനെ വേണം, ഉളുവിടെ സുന്നത്ത് ഞാൻ നിർവഹിച്ചോണ്ടില്ലേ. ഇത് മനസ്സിലിക്കുമ്പോഴേക്ക് ഞങ്ങൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അപ്പോൾ ഇത് ഞങ്ങൾ എന്തും ആക്കട, ഇത്രയെല്ലാം ആക്കട. പക്ഷേ ഞങ്ങൾ എന്തിനമ്മ ആലോചന ആക്കിണ്ടോ ആരോട്ടോ പലക്കറിഞ്ഞോട്ടോ എവിടെമ്മ ഇതാക്കിക്കൊണ്ടായിട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഉളുവിടെ സുന്നത്ത് നഷ്ടപ്പെട്ട്. ഇനി രണ്ടാമത്തെ ഒന്നായിട്ടേക്കട് പല്ല് തേക്കട എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്തായിട്ടേക്കട് ഈ പല്ല് തേക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ സാധാരണ ചെയ്യില്ല. ഉളു എടുക്കുമ്പോഴത്തേക്ക് ഈ മുൻകൈ കൽകിയൽ പിന്നെ ആയിട്ടേക്കട് ഞങ്ങൾ പല്ല് തേക്കേണ്ടത്. ആ പല്ല് തേക്കുമ്പോൾ ഉളുവിടെ സുന്നത്ത് ഞാൻ നിർവഹിക്കലേ എന്ന കൽബുൽ നിയ്യത്താക്കിയിട്ട് തേക്കണം. നിയ്യത്ത് അവിടെ വേണം.
അത് ബായിൽ ചൊല്ലണുണ്ടെന്തും ഇല്ല, ഞാനിത് ഉളുവിടെ സുന്നത്ത് നിർവഹിച്ചോണ്ടില്ലേ എന്ന് ഞങ്ങൾ പല്ല് തേക്കണം. എപ്പോൾ മുൻകൈ കൽകിയൽ പിന്നെ. അപ്പോൾ അത് ഉളുവിടെ സുന്നത്തായിട്ട് ചിലപ്പോൾ അതിക്ക് മുന്നല്ലെങ്കിൽ വേറെ തേച്ചിട്ടിക്കുക. എന്നാലും ആ ഉളുവിടെ സുന്നത്ത് നിർവഹിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് എന്താക്കണം, പല്ല് തേക്കണം. ഇത് ഉളുവിടെ സുന്നത്തായിട്ടിക്കടെ. ഖിബിലാക്ക് മുന്നിടുക, ഇത് ഉളുവിടെ സുന്നത്തായിട്ടിക്കടെ. ഞങ്ങൾ അവത്ത് എല്ലാം ഞങ്ങൾ സൗകര്യമാക്കട. പക്ഷേ ഖിബിലാക്ക് മുന്നിട്ടിട്ട് ദച്ചിട്ട് ഉളു എടുക്കുള്ളൊരു സൗകര്യം ഞങ്ങൾ അവത്തിൽ ഞങ്ങൾക്കില്ല. ബാക്കിയെല്ലാത്തും ഇപ്പോൾ ചോറിനൊക്കെ സൗകര്യമാക്കട്, കൽകൊക്കെ സൗകര്യമുണ്ട്, എല്ലാത്തും സൗകര്യമാക്കട. പക്ഷേ ഖിബിലാക്ക് മുന്നിട്ടിട്ട് ഒരു ദച്ചിട്ട് ക്രമപ്രകാരം ഉളു എടുക്കുള്ളൊരു വ്യവസ്ഥ എത്ര വലിയ ഔത്തിലും എല്ലാത്തും സൗകര്യമാക്കുമ്പോൾ ഈ ഒരു സൗകര്യം ആറുമാക്കല്ല. അതിലെ വിഷയത്തിൽ ഭാരി പറവായിട്ടിക്കട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ ആവട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ഔത്തിലെ ആവട്ടെ, ഒരു സുന്നത്ത് പാലിച്ച് ഖിബിലാക്ക് മുന്നിട്ടിട്ട് ഉളു എടുക്കൊരു സൗകര്യം ഉണ്ടോ ഇല്ലേ, ഞങ്ങൾ അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ 3 സുന്നത്ത് എന്താ പറയുക, മുൻകൈ കൽകിടെ, പല്ല് തേക്കിടെ, ബായ് മുക്കലിക്കിടെ, ഇതൊക്കെ ഉളുവിടെ ഫർള് തുടങ്ങുന്നതുക്ക് മുന്നൽ ചെയ്ത സുന്നത്തുകളായിട്ടിക്കടെ. ഫർള് എപ്പോൾ തുടങ്ങടെ, മുഖ കൽകായിട്ടിക്കടെ ഫർള് തുടങ്ങരെ. അപ്പം ഈ 3 ഞങ്ങൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഞങ്ങളെ തന്നെ ഈ 3, അതായത് മുൻകൈ കൽകുമ്പത്ത് ഉളുവിടെ സുന്നത്ത് ഞാൻ നിർവഹിക്കടെ, പല്ല് തേക്കുമ്പോൾ ഉളുവിടെ സുന്നത്ത് ഞാൻ നിർവഹിച്ചോണ്ടല്ലേ, ബായി മുക്കലിക്കുമ്പോഴത്തേക്ക് ഉളുവിടെ സുന്നത്ത് ഞാൻ നിർവഹിക്കടേ എന്ന സെപ്പറേറ്റ് തന്നെ ഈ 3 നിയത്ത് വേണം. അത് കരുതിയെങ്കിൽ മാത്രമേ ഉളുവിടെ അതൊരു ഇബാദത്തായിട്ടുള്ള ആ കൂലി ഞങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഫർളുടെ നിയത്ത് വെക്കടെ മുഖ കൽക്കുമ്പോഴത്തേക്ക്, ആ മുഖ കൽക്കുമ്പോഴത്തായിട്ടിക്കട് ഫർളുടെ ഞങ്ങൾ നിയത്ത് വെക്കട്ടെ. അപ്പോൾ ഇത് മുന്നാലെ ഞങ്ങൾക്ക് കൂലി കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ ഉളുവിടെ ഒരുപാട് സുന്നത്തുകളുണ്ട്, ചുരുക്കി ഞാൻ വിവരിച്ച്. അപ്പോൾ മുഖ കൽകുന്നതുക്ക് മുന്നൽ പാലിക്കേണ്ട ചില സുന്നത്തുകൾ ഇൻഷാ അല്ലാ ബാക്കി ഞങ്ങൾക്ക് അടുത്ത ഫിഖ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ഇന്നൊരു 2 നാളോ 3 നാളോ കഴിഞ്ഞ് നെക്സ്റ്റുള്ള ക്ലാസ്സിൽ വിവരിക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ചാനലിക്ക് പുതിയ ആളെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.